അണ്ണന്റെ വാർത്ത വീടായിരുന്നു അതാ. അതിന്റെ കമ്പിയെല്ലാം വീടാ കാണുന്നത്. അത് കണ്ടില്ലേ ഇവരിപ്പോ പൊട്ടിച്ചപ്പോഴത്തേക്ക് ഇറ്റാച്ചിക്ക് ഇതാണ് വീടിന്റെ വാറ്. വീടിന്റെ വാടക തന്നെ ഇതിന്റെ പണിയാർത്താലും വീട് അത് അങ്ങോട്ട് മാറ്റുക. വീടിന്റെ സാധനം എന്റെ വീടിന്റെ കമ്പിയെല്ലാം കാണുന്നത്. എന്റെ പൈപ്പ് ലൈനൊക്കെ വീട്ടിലേക്ക് മോട്ടർ മേളോട്ടും താഴോട്ടും ലൈനുണ്ട്. ഒരു വെള്ളത്തിന്റെ ഉണ്ട്. പിന്നെ ഈ മറ്റേ മോട്ടറില് ഇപ്പൊ എവിടാ താമസിക്കുന്നവര്? വാടക. വാടക എത്ര രൂപ കൊടുക്കണം? 5000 രൂപ വാടക. എന്ത് പറയാന്. പിള്ളേരൊക്കെ കെട്ടിച്ച കടബാധ്യത തീരുന്നില്ല. അതിന് കെട്ടിച്ച കടബാധ്യത തീർന്നില്ല. അന്നേരമാണ് ഇങ്ങനെ അല്ലേ? പോലും വിചാരിച്ചാലും ഇങ്ങനെ പോകുന്നുണ്ട്. അതെ. എത്ര ലക്ഷം? 10 ലക്ഷം. 3 സെന്റ് സ്ഥലം കിട്ടും. പിന്നെ ഇതുപോലെ വീട് നമ്മൾ എവിടെ ചെന്നുണ്ടാക്കും? അത് സർക്കാരിന്റെ വീട് കാരണം ഏത് കാലത്താ ഇനി അതിനൊക്കെ വീടിന്റെ അധികം 10 ലക്ഷം രൂപ ആയിരുന്നു. ഹലോ ഫ്രണ്ട്സ്, 3RP വിഷ്വൽസിന്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നതേ ആലപ്പുഴ ജില്ലയിലെ വളഞ്ഞവഴി തീരമേഖലയിലാണ് കേട്ടോ. ഇവിടെ കടൽക്ഷോഭം വളരെ രൂക്ഷമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് വന്നത്. ഒരു ദയനീയ കാഴ്ചയാണ് കേട്ടോ. ആരെയും സങ്കടപ്പെടുത്തുന്ന ഈ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടലിനോട് മല്ലടിച്ച് കാറ്റും മഴയും വെയിലും വകവയ്ക്കാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു മത്സ്യത്തൊഴിലാളിയുടെ വീടാണ്. എല്ലാ വർഷവും മെയ് ജൂൺ മാസങ്ങളിലെ കടൽക്ഷോഭത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനതയുണ്ട് നമ്മുടെ തീരമേഖലയിൽ. കാലാകാലങ്ങളായി കടൽ കവർന്ന് വീടും സ്ഥലവും നഷ്ടപ്പെട്ട തീരവാസികൾക്ക് തുച്ഛമായ നഷ്ടപരിഹാരം കൊടുത്ത് അവരെ സമാധാനിപ്പിക്കുന്നു. അല്ലാതെ കേരളത്തിൽ മാറി മാറി വരുന്ന ഒരു സർക്കാരും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കടല് കരകയറുമ്പോൾ അതിനെ തടുക്കുവാനുള്ള കല്ലുകളാണ് ആ കാണുന്നത്. എന്നിട്ടും കണ്ടില്ലേ നിങ്ങൾ, അതിനെല്ലാം മറികടന്ന് ആ കടല് വരുന്നത്. ഒരു ഭയാനക കാഴ്ചയല്ലേ ഇത്? ഓരോ വർഷവും കടൽക്ഷോഭത്തിന് കുറെ കല്ലുകൾ കൊണ്ട് തീരത്ത് നിക്ഷേപിക്കും. പക്ഷേ അത് അടുത്ത വർഷമാവുമ്പോഴേക്കും മണ്ണിനടിയിലേക്ക് അപ്രത്യക്ഷമാവും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്ഥലവും കടലെടുത്തതിന് ശേഷവും അവിടെ നിന്നും മാറാതെ നിൽക്കുന്ന ഒരു ചേട്ടന്റെ വാക്കുകൾ കേൾക്കാം. അണ്ണന്റെ വീട് എവിടെ നിന്ന്? ഇതാ വീടിന്റെ വാതിക്കൽ നിന്നാണ് ഇത്. അവര് ഇപ്പൊ പൊളിച്ച് ഈ വണ്ടി കയറാൻ വേണ്ടി ഇതുപോലെ കിടന്നതാണ് അവര് എടുത്തോണ്ട് പോകും. അവര് പൊട്ടിച്ച് വണ്ടി കയറാൻ വേണ്ടി നീയിപ്പൊ ഈ ഷെഡൊക്കെ ഇതെല്ലാം പോയി കടല് വരാൻ കിടക്കും. ഇത് അങ്ങോട്ട് പണ്ട് എത്ര വീടുണ്ടായിരുന്നല്ലേ? എന്റെ വീട് 5-6 വീടുണ്ട്. പുറകിലോട്ടാ 5-6 വീടുണ്ട്. 6 വീടുണ്ടായിരുന്നു പുറകിലോട്ടല്ലേ? വർഷം ഇങ്ങനെ കുറേശ്ശെ പോയിട്ടുണ്ട്. ഇനി ഈ വർഷം കടല് വന്നില്ല, കടല് വരാൻ കിടക്കുന്നതല്ലേ. അല്ലെ വീടിന്റെ എല്ലാം വല്ലതൊക്കെ ഇത് കിട്ടിയാ പൈസ? കിട്ടിയില്ല ഇതുവരെ. ഞാൻ ഇന്നും ഓഫീസിൽ പോയി അവിടെ ഒരു മാടം ഇരിപ്പുണ്ട്. ആ മേടം വരുന്നില്ല, അവരൊക്കെ പുറത്താണ്. അത് ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. ഇത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു വിഷമമില്ലേ? നമ്മുടെ കിടപ്പ് നമ്മളുണ്ടാ 10 സെന്റ് സ്ഥലവും ഉണ്ടായിരുന്നു, ഒരു വലിയ വീടും ഉണ്ടായിരുന്നു. വിഷമമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? കൈ കെട്ടി നമുക്ക് ഇരിക്കാനല്ല വല്ല മാർഗമുണ്ട്. പോയത് എൻ്റെ ആശയമുണ്ട്. ഞങ്ങൾ 2 വീട് ഈ വീട് അശോകന് ഏറ്റവും ഇതുപോലെ കിടന്നാണ്. ഇവര് മറ്റുള്ളവർ കല്യാണമെന്നും പറഞ്ഞ് ഡിജയുടെ 3-4 ദിവസം ഞാനോട് ഭയങ്കര വഴക്കുമായിരുന്നു. ഞാൻ പറയാം പൊട്ടിച്ച് എനിക്ക് ആരെങ്കിലും രേഖ കാണില്ല. ഇപ്പൊ കണ്ട വീട് സ്ഥലമാണെന്ന് പറയും. വീടൊന്നും സ്ഥലമാണെന്ന് പറയത്തില്ല. അതായത് അത് പൊട്ടിച്ചെല്ലാം കളഞ്ഞ എൻ്റെ കമ്പിയല്ലേ കിടക്കുന്നത്. അങ്ങനെ വേറെ ഉണ്ട്, റിസർവേ ഉണ്ട്, നമുക്ക് ആധാരമൊക്കെ ഉണ്ടല്ലോ. ആധാരം കുഴപ്പമില്ല, അങ്ങനെ പേടിക്കണ്ട. ആധാരവും ഉണ്ട്, നമ്മൾ കാലം അടച്ചോണ്ടിരുന്നല്ലേ. ആധാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇത് കടലേറി പോയില്ലേ? കടലിന് ആധാരം ഉണ്ടെന്നുകൊണ്ട് വല്ല കാര്യം. അതെ. ഇത് പുറത്തും ആരും അറിയുന്നില്ല. നമ്മൾ ഈ കുറച്ച്
പിന്നെ പോകുന്ന ആൾക്കാർ, വീടുമൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടെ കിടന്ന് വിഷമിക്കുന്നതല്ലാതെ ഈ പുറത്തൊന്നും അറിയുന്നില്ലല്ലോ. രൂപ തന്നാൽ എന്തിനുണ്ട്? എത്ര ലക്ഷം? 10 ലക്ഷം. 3 സെന്റ് സ്ഥലം കിട്ടും. പിന്നെ ഇതുപോലെ വീട് നമ്മൾ എവിടെ ചെന്നുണ്ടാക്കും? അത് സർക്കാരിന്റെ വീട് കാരണം ഏത് കാലത്താ ഇനി അതിനൊക്കെ വീടിന് സദ്യകളെ 10 ലക്ഷം രൂപ ആയിരുന്നു. വീടും സ്ഥലത്തിനും കൂടെ എവിടെ കിട്ടും? ഇപ്പൊ 1 സെന്റ് സ്ഥലത്തിന് 10 ലക്ഷം രൂപ കാലമാണ്. നമ്മുടെ അമ്പലപ്പുഴ പിന്നെ ഒരു ഹോട്ടലിൽ നിന്നല്ലേ കിന്നായികളുടെ ഇപ്പുറം അവിടെ എത്ര പിന്നെ 20 ലക്ഷം രൂപ 22 ലക്ഷം രൂപ ഒരു സെന്റിന് ചോദിക്കും. ആ സ്ഥാനത്ത് സർക്കാർ 10 ലക്ഷം രൂപ തന്നാൽ നമുക്ക് എന്ത് ചെയ്യും? സ്ഥലം മേടിക്കുക, പെര വയ്ക്കുക. 1 സെന്റ് സ്ഥലത്തിന്റെ കാശുണ്ട്. ആ ബസ് സ്റ്റോപ്പിന്റെ പച്ചപ്പുറം. ഇപ്പൊ എവിടെ താമസിക്കുന്നവര്? വാടകയ്ക്ക? വാടകയൊക്കെ എത്ര രൂപ കൊടുക്കണം? 5000 രൂപ വാടക. എന്ത് പറയാന്? പിള്ളേരൊക്കെ തീർന്നില്ല. അതിന്റെ കെട്ടിച്ച കടബാധ്യത തീർന്നില്ല, അന്നേരമാണ് ഇങ്ങനെ അല്ലേ? അതെ. ഇപ്പൊ എത്ര വീട് പോയി? നേരത്തെ എത്ര കുടുംബമുണ്ട്? അവർക്ക് 10 ലക്ഷം രൂപ മേടിച്ച് നേരെ പോയത്. അതിന്റെ ആളും മരിച്ചു. അയാൾ മരിച്ചു. പുള്ളി 60 മോടെ വിട്ടു. അവിടെ കിടന്നു. ഭാര്യയും മരിച്ചത്. മോനെ വിട്ടു. മോൻ്റെ പേരെ ഇപ്പുറത്തല്ല. അത് കാശ് പോയി. അത് 2 വർഷത്തിൽ 2-3 വർഷമായി. പിന്നെ അതിന്റെ അപ്പുറത്തോട്ട് 2-3 വീടുണ്ട്. ഇതൊക്കെ വാർത്തു വെച്ച വീടല്ലേ? ഇല്ല, ഓല ഷെഡും ഒന്നുമില്ല. എല്ലാം വാർത്ത വീടാണ്. അങ്ങനെ വാർത്ത വീടായിരുന്നു അതാ? അതിന്റെ കമ്പിയെല്ലാം കിടക്കുന്നത് വീടാ കാണുന്നത്. അത് കണ്ടില്ലേ? ഇവരിപ്പോ പൊട്ടിച്ചപ്പോഴത്തേക്ക് ചിറ്റാച്ചിക്ക് ഇതാണ് വീടിന്റെ വാതിൽ. വീടിന്റെ വാടക തന്നെ. ഇതിന്റെ പടിയാർത്താലും ഇത് വീടും. അതിന്റെ അങ്ങോട്ട് മാറ്റുകയാണ്. വീടിന്റെ സാധനം എൻ്റെ വീടിന്റെ കമ്പിയല്ല കിടക്കുന്നത്. എൻ്റെ പൈപ്പ് ലൈനൊക്കെ വീട്ടിലേക്ക് മോട്ടർ മേളോട്ടും താഴോട്ടും ലൈനുണ്ട്. ഒരു വെള്ളത്തിൻ്റെ ഉണ്ട്. പിന്നെ ഈ മറ്റേ മോട്ടറിൽ അതിൻ്റെ ഉണ്ട്. വീടുകളിൽ അതിന് പൈപ്പൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ വീട് എന്നാണെന്ന് ആരും പറയത്തില്ല. ഇവിടെ ഒരു വീട് എന്നാണ് ഒരു മനുഷ്യനും വേണ്ട പറയത്തില്ല. ഈ വീടുകളിൽ നിന്നൊക്കെ ആൾക്കാരെ ഒഴിഞ്ഞുപോയി വാടകയ്ക്കാണ് താമസിക്കുന്നത്. കടൽക്ഷോഭത്തിൽ പൂർണ്ണമായും ഭാഗികമായും നശിച്ച വീടുകൾ ഇവിടെ വന്നാൽ കാണാൻ കഴിയും. കടൽക്ഷോഭത്തെ ഭയന്ന് ജനങ്ങൾ ഉപേക്ഷിച്ചു പോയ വീടുകളൊക്കെയാണ് ഈ കാണുന്നത്. കടൽ കരകവർന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഏകദേശം 4 അടി താഴ്ചയിൽ മണ്ണ് വരെ വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഏതു നേരവും കടലാക്രമണം ഉണ്ടാകാം എന്ന് ഭയന്ന് ഉപേക്ഷിച്ചു പോയൊരു വീടാണ് ഈ കാണുന്നത്. ഇതുപോലെ ഒത്തിരി ദുരന്തങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരു ജനതയാണ് ഈ കടലോര മേഖലയിലെ ജനങ്ങൾ. ഇതുപോലെ തന്നെയാണ് മലയോര മേഖലയിലെ അവസ്ഥയും എന്ന് നമുക്കറിയാമല്ലോ. ഈ കാണുന്നതും ഒരു വീടിൻ്റെ മേൽക്കൂരയാണ്. അതിൻ്റെ മുന്നിൽ നിസ്സഹായതയോടെ നിൽക്കുന്ന ജനങ്ങളെയും കാണാം. കഴിഞ്ഞ വർഷത്തെ കടൽക്ഷോഭത്തിനിട്ട കല്ലുകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം ഭൂമിയിൽ അടിയിലേക്ക് താന്നുപോയി. ഈ കടൽഭിത്തികൾ ഉണ്ടെന്നുറപ്പിൽ കെട്ടിപ്പൊക്കിയ വീടുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ഈ കടലോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതോപാധിയാണ് ഈ കടൽ. ഈ കടലിൽ രാവും പകലും വർഷങ്ങളോളം കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ ഈ വീടുകളാണ് ഈ കടൽക്ഷോഭത്തിൽ കടൽ തന്നെ തിരിച്ചെടുത്തത്. എന്തൊരു ദയനീയ കാഴ്ചയാണല്ലേ ഇത്. ഓരോ തീരവാസിയുടെയും സ്വപ്നങ്ങളായിരുന്നു ഇത്.
ഈ വീടിന്റെ തൊട്ടു പുറകിൽ നിന്ന് വരെ കടൽ മണ്ണ് വലിച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാനിട്ടതാണ് ആ മണൽച്ചാക്ക്. ഇതൊരു ചെമ്മീൻ പീലിംഗ് ഷെഡായിരുന്നു കേട്ടോ. ഇവിടുത്തെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മറ്റൊരു ഉപജീവന മാർഗമായിരുന്നു ഇതുപോലുള്ള പീലിംഗ് ഷെഡ്. അതും നശിച്ചുപോയി. എല്ലാവരും വീട് വിട്ടു പോയപ്പോൾ ഇവനെ മാത്രം ഇവിടെ ഉപേക്ഷിച്ചു. ഇതും മറ്റൊരു കാഴ്ച. ഓരോ വർഷം ചെല്ലുന്തോറും കേരളത്തിന്റെ തീരമേഖല കടൽ അരിഞ്ഞരിഞ്ഞ് എടുക്കുമ്പോഴും നമുക്ക് നിസ്സഹായമായി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. ചരിത്രം പറയുന്നത് പോലെ കേരളം കടൽ മാറി കരയായി എന്ന് പറയുന്നത് പോലെ ഇനി തിരിച്ചു പറയേണ്ടി വരുമോ കേരളം കരമാറി കടലായെന്ന്? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.